ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഭാരതം പോലെ ഒരു രാജ്യം, അവിടെ സാംസ്കാരികമായും മതപരമായും നിരവധി വ്യത്യാസങ്ങളുണ്ട്. ആ നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ അഭിമാനമായും ഏകതയുടെ മുഖമുദ്രയായും ഒക്കെ നമ്മൾ കാണുന്നത്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ ഏക സിവിൽ നിയമം പ്രാബല്യത്തിൽ എത്തിക്കുന്നതിന് മുൻപ് എല്ലാ മതവിഭാഗക്കാരെയും തൃപ്തിപ്പെടുത്തുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനെതിരെ സംസാരിക്കുന്നത് മുസ്ലിം സമുദായമാണ്. അവരുടെ പേഴ്സണൽ ലോ നിയമങ്ങളെല്ലാം ഹനിക്കപ്പെടും എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത്. മറ്റ് ഇതര മതസ്ഥരുമുണ്ട്, ഹിന്ദുക്കളും പാഴ്സീസും എല്ലാം ഇതിൻ്റെ, ക്രിസ്ത്യൻസും എല്ലാം ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്നത് ഇസ്ലാം സമുദായമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ BJP സർക്കാരിന് കഴിയാത്തത്? ഇതിൽ തുടർ ചർച്ചകളും പൊതുജനാഭിപ്രായവും ഒക്കെ നമ്മൾ ലോ കമ്മീഷൻ തേടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊരു അജണ്ടയായി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും അനിവാര്യമായ ഒരു ചുവടുവയ്പ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളൊരു ബോധ്യം കൊണ്ടുവരേണ്ടത് അനിവാര്യമല്ലേ? അതെന്തുകൊണ്ടറിയോ? ഇത് ഒറ്റയടിക്ക് കൊണ്ടുവരേണ്ട സംഗതിയല്ല, ഘട്ടം ഘട്ടമായി കൊണ്ടുവരേണ്ടതാണ്. അതാണ് മുത്തലാഖ് നിരോധിച്ചു. ഇവിടെ മുത്തലാഖ് നിരോധനം കൊണ്ടുവന്നപ്പോ എന്തൊക്കെ ബഹളം ഉണ്ടായി. ഇപ്പൊ എന്തായി? ഇപ്പൊ എല്ലാരും ഒരേ സ്വരത്തിൽ പറയാ വളരെ നന്നായി. കാരണം 3 മൊഴി ചൊല്ലി ഒരു ദിവസം സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഏതൊരു നിമിഷത്തിലും ഭാര്യയെ ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം പുരുഷന്മാരുടേത് പോയി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോ അത് ഇപ്പോ ആൾക്കാരെന്താ പറയുന്നത്? വളരെ നന്നായി എന്നാ പറയുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ എന്താ പറയുന്നത്? വളരെ നന്നായി എന്ന്. ഇപ്പൊ ഓരോ വിഷയങ്ങളായി എടുത്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇപ്പൊ വഖഫ് ബില്ല് പാസ്സാക്കിയല്ലോ, അതിനും ഒരു ഏകീകൃത സിവിൽ സ്വഭാവമുണ്ട്. എന്തുകൊണ്ടറിയോ? വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തിന് മാത്രം ഒരു പ്രത്യേക അവകാശം. അവർക്ക് ഇഷ്ടമുള്ള ഭൂമി അവരുതാണെന്ന് അവർക്ക് തോന്നിയാൽ അത് അവരേതാക്കി അവർക്ക് പ്രഖ്യാപിക്കാം. അതിന് പിന്നെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല, അത് അപ്പീലില്ല. ഇതൊക്കെ ഗുരുതരമായ എന്താ പറയാ പിന്തിരിപ്പൻ നിയമങ്ങളായിരുന്നു. 95 പാസ്സാക്കിയ നിയമം പിന്തിരിപ്പൻ നിയമമാണ്. ഇപ്പൊ എന്തായി? ഇപ്പൊ വഖഫിനെ സിവിൽ നിയമങ്ങളിൽ അല്ലെങ്കിൽ സിവിൽ കാര്യങ്ങളിൽ വഖഫിന്റെ അധികാരം ഏതൊരു പൗരനുമുള്ള അധികാരം മാത്രമായി. ഏതൊരു പൗരനുമുള്ള അധികാരം, അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിനും, ഒരു കമ്പനിക്കോ ഒരു അമ്പലത്തിനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യൻ ചർച്ചിനോ ഒരു ഗുരുദ്വാരയ്ക്കോ അതല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനോ എല്ലാവർക്കും, അല്ലെങ്കിൽ സന്യാസിയാശ്രമത്തിനോ എല്ലാവർക്കും ഉള്ള അതേ സിവിൽ അധികാരങ്ങൾ ഇനിയിപ്പോ വഖഫിനുള്ളൂ. അപ്പൊ ഒരു പിന്തിരിപ്പൻ നിയമമായിരുന്നു 95 വഖഫ് നിയമം, അത് പോയി. അപ്പൊ ഇങ്ങനെ ഓരോ മേഖലയിലും മാറ്റങ്ങൾ വരികയാണ്. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞു ട്രൈബലുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ. അന്തമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ ഒരു പ്രത്യേക തരം ട്രൈബൽ വിഭാഗമുണ്ട്. അവർ വസ്ത്രം ധരിക്കാറില്ല. അവർ വളരെ അക്രമാസക്തരാണ്. അവരുടെ ദ്വീപുകളിലേക്ക് ആരും പോവാറില്ല. ഒരു 2 കൊല്ലം മുന്നേ ഒരു അമേരിക്കൻ സായിപ്പ് അവരെ യേശുവിന്റെ സന്ദേശം എത്തിക്കാം എന്ന് പറഞ്ഞു പോകരുതെന്ന് എല്ലാവരും പറഞ്ഞതാ. അധികാരികളുടെ കണ്ണ് വെട്ടിച്ചു പോയി. എന്താ ചെയ്തത്? അവര് കൊന്ന് കെട്ടിത്തൂക്കി. പോലീസ് പോലും പോയി കേസെടുത്തിട്ടില്ല. ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് ഒരു കൊലപാതകം പരസ്യമായി നടത്തിയിട്ടും പോലീസ് കേസെടുക്കാത്ത ഒരു സംഭവം അതാണ്. അന്തമാനിൽ ആ അമേരിക്കൻ സായിപ്പിനെ കൊന്നതാണ്. അപ്പോ അവിടെ ആരും പോവാറില്ല. അവർക്ക് തേങ്ങ ബോട്ടിൽ പോയി ഇട്ട് കൊടുക്കും, ഇത്രയേ ഉള്ളൂ. അവർ വസ്ത്രം ധരിക്കാറില്ല, അവർക്ക് ആധാർ കാർഡില്ല, അവർക്ക് റേഷൻ ഇല്ല, ഒന്നുമില്ല. ആകെ അവരുടെ ദ്വീപുകളിൽ തെങ്ങുണ്ടാവാത്തത് കൊണ്ട് അവർക്ക് തേങ്ങയില്ല. അപ്പൊ തേങ്ങ അവര് പച്ചയ്ക്ക് തിന്നലാണ്. അത് ബോട്ടിൽ പോയി എറിഞ്ഞു കൊടുത്ത്, ബോട്ടിൽ നിന്ന് താഴെ ഇറങ്ങാറില്ല, എറിഞ്ഞു കൊടുത്ത് തിരിച്ചു വരണ്ട. ഇറങ്ങിയാൽ അവർ ചിലപ്പോൾ കൊല്ലും. അപ്പൊ ട്രൈബൽ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ട്രൈബൽസ് ഉണ്ട്. ഇവർക്ക് നിങ്ങൾ എന്ത് നിയമം കൊണ്ടുവരാൻ പോകുന്നത്? അപ്പൊ ഇതൊരു പ്രശ്നം. ട്രൈബൽസ് എന്ന് പറയുന്നത് പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. മറ്റൊരു സംഗതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പട്ടികജാതിക്കാരൻ മതം മാറി ക്രിസ്ത്യാനി ആയാൽ ആനുകൂല്യങ്ങൾ ഇല്ലാതാവും. ഒരു പട്ടികജാതിക്കാരൻ മതം മാറി മുസ്ലിം ആയാൽ എല്ലാ പട്ടികജാതി ആനുകൂല്യങ്ങളും ഇല്ലാണ്ടാവും. പക്ഷെ ഒരു ആദിവാസി ട്രൈബൽ മതം മാറി ക്രിസ്ത്യാനി ആയാലും ആനുകൂല്യം കിട്ടും. ഒരു ട്രൈബൽ മതം മാറി മുസ്ലിം ആയാലും ആനുകൂല്യം കിട്ടും. ലക്ഷദ്വീപുകാർ ട്രൈബൽസ് ആണ്, കാർഗിലിലെ മുസ്ലിങ്ങൾ ട്രൈബൽസ് ആണ്, പിന്നെ ലഡാക്കിൽ മുസ്ലിം ട്രൈബൽസ് ഉണ്ട്, അപ്പൊ ബുദ്ധമതക്കാർ ട്രൈബൽസ് ഉണ്ട്. അപ്പൊ ട്രൈബൽസിന് മതം മാറിയാലും ആനുകൂല്യം നഷ്ടപ്പെടാത്തവരാണ് ഒരു പ്രത്യേക സമൂഹമാണ്. അതുപോലെയല്ല മറ്റു സമൂഹങ്ങൾ. അവര് നാട്ടിൽ ജീവിക്കുന്ന, അവർ വിദ്യാഭ്യാസം നേടുന്ന, അവരെല്ലാവിധ എന്താ പറയാ ഈ ഭാരതത്തിന്റെ ഇന്ന് നേടിയിട്ടുള്ള പുരോഗതിയുടെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് ഏറ്റവും പരിശുദ്ധമായ സമൂഹത്തിന്റെ നടുക്ക് ജീവിക്കുന്നവരാണ്. മലമുകളിൽ താമസിക്കുന്ന, കാട്ടിൽ താമസിക്കുന്ന ആദിവാസികളൊന്നുമല്ല. അപ്പൊ ഒരുപക്ഷെ കുറച്ച് വർഷം കഴിഞ്ഞാൽ ആദിവാസി സമൂഹത്തിന്റെ ഇടയിലും ഈ മാറ്റമൊക്കെ വന്നേക്കാം.
ഇപ്പൊ നാട്ടിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ ഈ പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 കൊല്ലമായി. 950 അംബേദ്കർ പറഞ്ഞതോ നെഹ്റു പറഞ്ഞതോ ഒന്നും ഇപ്പൊ പ്രസക്തമല്ല. കാരണം 75 കൊല്ലമായി. നമ്മൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? നമ്മൾ ഡിജിറ്റലൈസ്ഡ്, നമ്മുടെയൊക്കെ ഭൂരേഖ വരെ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചില മാറ്റങ്ങൾ അത്യാവശ്യമാണ്. അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ മുസ്ലിമിന് 4 കല്യാണം കഴിക്കാൻ പറ്റുമോ? അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ മുസ്ലിമിന് പെമ്മക്കൾക്ക് സ്വത്ത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതൊന്നും നടക്കാത്ത കാര്യമല്ലേ? അല്ലെങ്കിൽ നിക്കാഹ് ഹലാലുണ്ടോ? ഇതൊന്നുമില്ല. അപ്പോ ഇത് ഇങ്ങനെ നമ്മളെ ഹിന്ദു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ട്രൈബൽ എന്ന് പറയുന്ന ഒരു ഹിന്ദു ട്രൈബൽ US-ലേക്കോ UK-ലേക്കോ കുടിയേറിയാൽ ആ ട്രൈബലിന് വല്ല ആനുകൂല്യമുണ്ടോ? ഒരു ആനുകൂല്യവും ഇല്ല. അപ്പോ ഇതൊക്കെ നമ്മൾ ഒരു ഭാരതം 5ാമത്തെ സാമ്പത്തിക ശക്തിയായി 2-3 വർഷത്തിനുള്ളിൽ 3ാമത്തെ സാമ്പത്തിക ശക്തിയാവാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോ ഈ ഒരു ഇതാണ് ഭാരതം, ആധുനിക ഭാരതം അതാണ്. അപ്പൊ ആധുനിക ഭാരതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് മാറേണ്ട സമയമായി. ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. അതെ, ശ്രീ സേനാപതി വേണു, അതാണ് ഇനിയും ഒരു 50 75 കൊല്ലം ചർച്ച എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ അപക്വമായ ഒരു തീരുമാനം? കാരണം താങ്കൾക്കറിയാം, ഇന്ന് ഉണ്ടായ ഒരു സംഭവമാണ്. മലപ്പുറത്ത് ഒരു മുസ്ലിം സ്ത്രീ അവരുടെ വീട്ടിനുള്ളിൽ പ്രസവിച്ച് മരണത്തിന് കീഴടങ്ങി. 5ാമത്തെ പ്രസവമാണ്. അത് മൂടി വെച്ചുകൊണ്ട് അവരുടെ ഖബറടക്കം ഉൾപ്പെടെ നടത്താൻ ശ്രമിച്ചു. പോലീസ് അത് കേസാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപായിരുന്നു കോഴിക്കോട് വീടുകളിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് അനുമോദനം അവാർഡ് നൽകിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ വന്നവർ മുഴുവൻ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഇത്തരം നിയമങ്ങൾ ഈ പരിഷ്കൃത സമൂഹത്ത് ഏറ്റവും അപരിഷ്കൃതമായ രീതിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിഭാഗം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും സ്ത്രീകളെ, കുട്ടികളെ, അല്ലെങ്കിൽ അതിന് എതിർപ്പ് അറിയിക്കുന്ന പുരുഷന്മാരെ, ഇവരെയൊക്കെ രക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ലേ? ഇനിയൊരു 75 കൊല്ലം കൂടെ കഴിയുമ്പോൾ താങ്കൾ പറയുന്നത് നല്ല ചർച്ചകൾക്കിടയാക്കുന്നതോടൊപ്പം മറുവശത്ത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പലരും നീങ്ങുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയും? അല്ല, അത് ഇപ്പോ രോഹിണി പറഞ്ഞ 2 കാര്യങ്ങളും യൂണിഫോം സിവിൽ കോഡ് വന്നാൽ പരിഹരിക്കപ്പെടുന്ന പ്രശ്നമല്ല. യൂണിഫോം സിവിൽ കോഡ് വന്നു എന്നതുകൊണ്ട് ചില അനാചാരത്തിന്റെ ഭാഗമായി വീട്ടിൽ പ്രസവം നടത്തുന്ന അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകാതിരിക്കുന്ന ആളുകൾ യൂണിഫോം സിവിൽ കോഡ് വന്നു എന്നതുകൊണ്ടൊന്നും അവർ ഞാൻ തർക്കത്തിലല്ലോ. ഞാൻ പറഞ്ഞത് അതിനാവശ്യം സാമൂഹിക പരിഷ്കരണം. അതെ, ആ സാമൂഹിക പരിഷ്കരണമാണ്. അതായത് നിയമം തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. തങ്ങൾ ഒരു പ്രത്യേക ചട്ടക്കൂടിലല്ല, ഈ പേഴ്സണൽ ലോസോ അല്ലെങ്കിൽ മതപണ്ഡിതരോ തീരുമാനിക്കുന്ന ചട്ടക്കൂടിനകത്തല്ല തങ്ങൾ എന്നുള്ള ആത്മവിശ്വാസമല്ലേ അവരെ തുടർന്ന് അങ്ങോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നു. ഈ കേസ് ക്രിമിനൽ നിയമവും അതുമായി ബന്ധമാണ്. പക്ഷേ അതൊക്കെ ഒരു സന്ദേശമല്ലേ? അല്ല, അത് അത്തരം ജനവിഭാഗങ്ങളുടെ ഇടയിൽ അത് സാമൂഹിക പരിഷ്കരണം ഉണ്ടായേ മതി. അതാണല്ലോ കാലാകാലങ്ങളിൽ ഓരോ സമൂഹത്തിൽ നിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ, സാമൂഹിക തിന്മകൾക്കെതിരെ സാമുദായിക ആചാര്യന്മാർ അവർ രംഗത്ത് വരികയും അതിൽ പരിഷ്കരണം ഉണ്ടാവുകയും ചെയ്യുന്നു. അത് സ്വാഭാവികമായും കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഇവർക്കൊക്കെ ആശുപത്രി പോകേണ്ടതായിട്ട് വരും. ഇത് ഏതെങ്കിലും ഉസ്താദോ പണ്ഡിതനോ അല്ലെങ്കിൽ പൂജാരിയോ ഒക്കെ പറയുന്നതെന്നും കേട്ട് ആളുകൾ നിൽക്കത്തെ അത് മാറുകയും ചെയ്യും. പക്ഷെ ഞാൻ അനന്തപത്മനാഭൻ സാർ ശ്രീപത്മനാഭൻ സാർ പറഞ്ഞതിൽ ഈ ആദിവാസി എന്ന് പറയുന്നത് അങ്ങ് വിചാരിക്കുന്ന പോലെ ഇന്ന് കൊടുങ്കാട്ടിൽ താമസിക്കുന്ന ആളുകളല്ല. അജിത് ജോഗി എന്ന് പറയുന്ന ഛത്തീസ്ഗഡിന്റെ ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ടതാണ്. ഗിരിധർ ഗമാംഗ് എന്ന് പറയുന്ന ഒരു മുൻ മുഖ്യമന്ത്രി ഒറീസയിൽ, അദ്ദേഹം ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ടതാണ്. ഇനി ശ്രീ പത്മനാഭൻ സാറിന് അറിയാം, നമ്മുടെ ഇടുക്കി ജില്ലയിൽ, ഇടുക്കി കോട്ടയം ജില്ലാ പ്രദേശങ്ങളിൽ മേലുകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വളരെ പരിഷ്കൃതരായ ഒരു ജനവിഭാഗമുണ്ട്. ആദിവാസികൾ അവര് ST എന്താ പറഞ്ഞ ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആയിട്ടാണ്. അവരെല്ലാം ബഹുഭൂരിപക്ഷവും എന്താ പറഞ്ഞ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച് വലിയ ഉന്നതമായ പേര് പറയാം മലയരയർ എന്ന് പറയുന്ന ജനവിഭാഗം. അവരെയൊക്കെ എന്താ പറഞ്ഞ അവർ കാട്ടിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ആചാരവുമായിട്ട് നിൽക്കുന്നവരല്ല. അവരൊക്കെ ST വിഭാഗത്തിൽപ്പെട്ടവരും വലിയ ഉന്നതമായ നിലകളിൽ എത്തിയിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഒരു ജനവിഭാഗം, ആദിവാസി എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഒരു ചെറിയ സംഖ്യയല്ല.
ഒരുപക്ഷെ കേരളത്തിലെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ആ ന്യൂനപക്ഷ വിഭാഗം, ഇത് ആർക്കെതിരെയാണോ ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറയുന്നത്, ഏതാണ്ട് അതിനേക്കാൾ കൂടുതലായി ജനസംഖ്യ ഉള്ളവരാണ് ഇന്ത്യയിലെ ആദിവാസി ജനവിഭാഗം എന്നുള്ളതിന്റെ കാര്യത്തിൽ തർക്കമില്ല. ഈ എന്താ പറയുക, ഇപ്പം ആൻഡമാൻ നിക്കോബാറിൽ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ എണ്ണം എന്ന് പറയുന്നത് 1000-ൽ താഴെയാണ്. അത് വംശനാശം സംഭവിക്കാതിരിക്കാനായിട്ട് സർക്കാർ അവർക്ക് വലിയ പരിരക്ഷകളൊക്കെ കൊടുത്തു. കാരണം വളരെ ചെറിയൊരു സമൂഹം മാത്രമാണ്. മറിച്ച് അതല്ല, ഇന്ത്യയിലെ ഇപ്പോ ബിർസ മുണ്ടയുടെ പ്രതിമ അനാവരണം ചെയ്ത ഒരു നാട്ടിൽ ആദിവാസികൾ ചില പ്രദേശങ്ങൾ സ്വയം ഭരണം ഏറ്റെടുത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഭരണം നടത്തിയ കാലഘട്ടമുണ്ട് ഇന്ത്യയിൽ. അപ്പൊ അവരുടെ ഒരു സംഖ്യ എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ശ്രീപത്മനാഭൻ സാറിനോടും അതോടൊപ്പം തന്നെ ഗോപകുമാർ സാറിനോടും ചോദിക്കുന്നു, ആ ജനവിഭാഗത്തെ കൂടി ഈ യൂണിഫോം സിവിൽ കോഡിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ പറയുന്ന ഈ 2025-ലോ 26-ലോ UCC നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുമോ? പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പോ UCC നടപ്പിലാക്കാനുള്ള ഇവിടെ പറഞ്ഞതുപോലെ അത് നിരന്തരമായ ശ്രമങ്ങൾ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ അല്ല, അത് നിരന്തരമായ ശ്രമങ്ങൾ. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ രോഹിണി ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോഴും ഈ എന്താ പറഞ്ഞ ശൂന്യാകാശത്ത് പോയിട്ട് ആളുകൾ അവിടെ താമസിച്ച് തിരിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇപ്പോഴും ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളുമായിട്ട് തുടരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാനതാണല്ലോ ആദ്യം പറഞ്ഞ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കാര്യം ഞാനിവിടെ എടുത്തു പറഞ്ഞൊരു കാര്യമാണല്ലോ. ഇത്രയും പുരോഗതിയൊക്കെ ലോകം പ്രാപിച്ചതിന് ശേഷവും ഈ രീതിയിലുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. അപ്പൊ തീർച്ചയായും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം, യൂണിഫോം സിവിൽ കോഡ് നിശ്ചയമായും നമ്മുടെ രാജ്യത്ത് വേണം. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് ആരുടെയെങ്കിലും അവകാശങ്ങളെ ഹരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അവകാശങ്ങളെ എടുത്തു കളഞ്ഞുകൊണ്ടോ അല്ല, മറിച്ച് അത് എല്ലാവർക്കും തൃപ്തികരമായ രീതിയിലുള്ള ചർച്ചയിലൂടെയും പഠനങ്ങളിലൂടെയും വേണം അത് നടപ്പിലാക്കാൻ എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ സൂചിപ്പിക്കാനുള്ള നിർദ്ദേശം. രോഹിണി.